ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ദൈവത്തിന്റെ വചനത്തിന് മുമ്പിലായിരിക്കുവാൻ ഇപ്രകാരം ഒരു അവസരം ദൈവം ഒരുക്കി തന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യം എന്നുള്ള വിഷയമാണ്. ദൈവരാജ്യം എന്നുള്ള വിഷയത്തിൽ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ഈ ക്ലാസ്സിൽ നാം ചിന്തിക്കുന്നതായ കാര്യം ദൈവരാജ്യ സ്ഥാപനം എന്നുള്ള വിഷയമാണ്. ദൈവരാജ്യം എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചും അതെങ്ങനെയാണ് നടന്നത് എന്നതിനെ സംബന്ധിച്ചുമുള്ള ദൈവരാജ്യ സ്ഥാപനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ തിരുവചനത്തിൽ അന്വേഷിക്കുമ്പോൾ ദൈവരാജ്യ സ്ഥാപനത്തെക്കുറിച്ച് പല പ്രവചനങ്ങളും വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 2-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്ന വചനങ്ങൾ. ഈ പ്രവചനം ദൈവരാജ്യം, ദൈവം തന്റെ പുത്രന്റെ രാജ്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവചനമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. എന്നോട് നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രങ്ങൾ പോലെ അവർ നുറുങ്ങിപ്പോകും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനം നമുക്ക് കാണുവാനായിട്ട് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പ്രവചനം വളരെ പ്രസിദ്ധമാണ്. നമ്മൾ ഈ വേദപഠിതാക്കളെല്ലാം ഇതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ പുത്രന്റെ രാജ്യം സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രവചനം ദൈവം തക്ക സമയത്ത് നിറവേറ്റി എന്നുള്ള കാര്യം പക്ഷേ വ്യാഖ്യാതാക്കള് ഒക്കെ മറന്നു പോകുകയും അത് പിന്നീട് എപ്പോഴോ സംഭവിക്കുവാനുള്ളതാണ് എന്നുള്ള നിലയിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ തിരുവചനം പഠിക്കുമ്പോൾ നമ്മൾ അറിയുന്ന ഒരു കാര്യം, ഈ പുത്രന്റെ രാജ്യത്തെ സംബന്ധിച്ച് അതിന്റെ സ്ഥാപനം എപ്പോൾ നടന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തിരുവചന തെളിവുകൾ പരിശോധിക്കാം. പ്രവചനത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ നിന്നും അതിന്റെ 9-ാം അധ്യായം, യെശയ്യാവ് 9-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ ഒരു പ്രവചനം നമ്മൾ കാണുന്നുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടുമെന്നൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും എന്നാണ് ആ പ്രവചനം. അപ്പോൾ ദൈവപുത്രന്റെ രാജ്യമാണ്, ദൈവപുത്രനാണ് അതിന്റെ രാജാവ് എന്നുള്ളത് നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. അവന്റെ ആധിപത്യത്തിനും വർധനയ്ക്കും അവസാനം ഉണ്ടാകുകയില്ല എന്നാണ്. ആധിപത്യം ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനാണ് ആ അധികാരം ലഭിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പ്രവചനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതിനെ ദൈവം നിലനിർത്തും, അതിനെ സ്ഥാപിച്ച് നിലനിർത്തും എന്നുള്ളത് വ്യക്തമായിട്ടും ഇവിടെ നമുക്ക് വായിക്കുവാൻ ഇടയായിത്തീരുന്നു. അതുപോലെ യെശയ്യാവ് 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. യെശയ്യാവ് 11-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, എന്നാൽ യിശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവാഭക്തിയുടെ ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവാഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ദൈവരാജ്യത്തെ സംബന്ധിച്ച് ദൈവപുത്രനായ യേശുക്രിസ്തു യിശായിയുടെ കുറ്റിയിൽ നിന്ന് എന്ന് പറയുമ്പോൾ ആ യിശായിയുടെ മകനാണ് ദാവീദ് എന്നറിയാം. ആ ദാവീദിന്റെ സിംഹാസനത്തിലാണ് യേശുക്രിസ്തു ഇരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പല പ്രവചനങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്.
അപ്പൊ ദാവീദിന്റെ സിംഹാസനത്തിൽ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു, ദാവീദ് പുത്രന് ഹോശന്ന എന്നൊക്കെ ജനം പാടിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് പുത്രനായിട്ട് വരുന്ന മശീഹ ഭരിക്കും, ഇസ്രായേലിന്റെ രാജാവാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്രവചനമാണ് ഇവിടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഈ ദൈവത്തിന്റെ രാജ്യത്തിൽ യേശുക്രിസ്തുവിന്റെ ആധിപത്യം അല്ലെങ്കിൽ വാഴ്ച അത് നിറവേറുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നതായ ആ വേദഭാഗത്തിൽ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രവചനം ഇവിടെ യെശയ്യാ 9, 11 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ സെഖര്യാവ് 6, 12, 13 വാക്യങ്ങളിൽ നമ്മൾ മറ്റൊരു പ്രവചനം വായിക്കുന്നുണ്ട്. സെഖര്യാവ് 6-ാം അധ്യായത്തിന്റെ 12, 13 വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാനഭൂഷണം ധരിച്ചു സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും എന്നാണ് ഇവിടെ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ മുള എന്ന് പേരുള്ളവൻ ഉണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും. യഹോവയുടെ മന്ദിരം അല്ലെങ്കിൽ ആലയം പണിയുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രവചനമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ യഹോവയുടെ ആലയം എന്ന് പറയുന്നത് സഭയാണ് എന്നുള്ളത് വ്യക്തമായിട്ടും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാനഭൂഷണം ധരിച്ചു സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. അപ്പോൾ ഇവിടെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുക എന്ന് പറയുമ്പോൾ ഭരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവപുത്രൻ ഭരിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ കാണുന്നത്. ഈ ഭരിക്കുക എന്ന് പറയുമ്പോൾ രാജാവാണ് ഭരിക്കുന്നത്. ഈ സിംഹാസനത്തിൽ ഇരുന്ന് വാഴും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രാജാവായിട്ട് ഭരിക്കുമെന്നുള്ളതായ കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരേ സമയത്ത് തന്നെ പുരോഹിതന്, സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരേ സമയത്ത് രാജാവുമാണ്, പുരോഹിതനാണ്. ഒരിക്കൽ പുരോഹിതനായിട്ട് സഭാകാലയളവിലെ യേശുക്രിസ്തു മധ്യസ്ഥ ശുശ്രൂഷ ചെയ്തിട്ട് പിന്നീട് ഭരിക്കുമെന്നല്ല ഇവിടെ വേദഭാഗം പറയുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഒരേ സമയത്ത് രാജാവും പുരോഹിതനുമാണ് യേശുക്രിസ്തു. സിംഹാസനത്തിൽ പുരോഹിതനായിരിക്കും എന്ന് പറഞ്ഞാൽ രാജാവായിട്ട് ഭരിക്കുന്നതും പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതും ഒരേ സമയത്താണ് എന്നുള്ളത് ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം. അപ്പൊ സഭാ കാലയളവിലാണ് ഈ യേശുക്രിസ്തു രാജാവായിട്ട് വാഴുന്നത്. സഭാ കാലയളവിൽ മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ ശുശ്രൂഷ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ രാജാവായിട്ട് വാഴുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രവചനം. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാജാവായിട്ട് പിന്നീടാണ് വാഴുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത് തെറ്റാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. യേശുക്രിസ്തു ഒരേ സമയം രാജാവായിട്ടും പുരോഹിതനായിട്ടും തന്റെ വാഴ്ചയും അതുപോലെ മധ്യസ്ഥ ശുശ്രൂഷയും പിതാവിന്റെ അടുക്കൽ മധ്യസ്ഥത ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇത് മാത്രമല്ല, മറ്റൊരു പ്രവചനം മീഖ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മീഖ 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. ഞാനിവിടെ വായിക്കാം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. യേശു കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോൾ യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും എന്നെക്കുറിച്ച് പ്രസംഗിക്കണം എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളുടെ ഇടയിൽ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അങ്ങനെ എവിടെ എഴുതിയിരിക്കുന്നു എന്നുള്ളതിൽ ഒരു തെളിവാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഇതുപോലെ യെശയ്യാ 2-ാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങളിലും ഈ ഉപദേശം യെരൂശലേമിൽ നിന്ന് പുറപ്പെടും എന്നുള്ളതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ആലയം, യഹോവയുടെ
ആലയമുള്ള പർവ്വതം എന്ന് പറയുന്നത്, ഇവിടെ ആലയം എന്ന് പറയുന്നത് സഭ എന്ന മന്ദിരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ഭൂമിയിൽ പണിയപ്പെടുന്ന ഒരു കെട്ടിടമല്ല. ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് സഭയാണ് അതിന്റെ പൊരുൾ. പഴയ നിയമകാലത്തുണ്ടായിരുന്ന യെരൂശലേമിലെ ദൈവാലയം വരുവാനുള്ള സഭ എന്ന ആലയത്തിന്റെ ഒരു നിഴലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ അത് ഈ യഹൂദന്മാരെല്ലാം ദൈവത്തിന്റെ ആലയം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പവും വരികയില്ല എന്ന് ചിന്തിച്ച് ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സ്ഥാപനമാണ് ഈ ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിൽ അഭിമാനിക്കുകയുണ്ടായി. പക്ഷെ പിന്നീട് ആലയത്തിൽ അഭയം പ്രാപിച്ചവരെല്ലാം ഈ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ആലയത്തിലെ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായപ്പോൾ അനേകരെ അഭയം പ്രാപിച്ചു. അഭയം പ്രാപിച്ചവരെല്ലാം കൊല്ലപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളത് ഒരു ചരിത്രമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ യഥാർത്ഥമായ ആലയം അല്ലെങ്കിൽ ഈ പഴയ നിയമ ദൈവാലയത്തിന്റെ പൊരുൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സഭയാണ്. ഈ സഭയെ കുറിച്ചാണ് ഇവിടെ യെശയ്യാ 2-ാം അധ്യായത്തിലെ 1 മുതൽ 3 വരെ വാക്യങ്ങളിലും മീഖ 4-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സഭയാകുന്ന മന്ദിരം അല്ലെങ്കിൽ ആലയം അതിനെക്കുറിച്ചാണ്. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലുമെന്നാണ് ഇവിടെ പറയുന്നത്. അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയുമെന്നുള്ള പ്രവചനമെല്ലാം പുതിയ നിയമകാലത്ത് ക്രിസ്തുവിന്റെ സഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ നിറവേറി. ആ സഭയിലേക്ക് അനേക ജാതികൾ വന്നു. അങ്ങനെ വന്നുകൂടിയ ജാതികളിൽപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ അനേക രാജ്യങ്ങളിൽ നിന്നും അനേക ജാതികൾ വംശങ്ങളെല്ലാം ദൈവത്തെ അന്വേഷിച്ചു ആ ആലയത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന കാലമാണ് ഈ പുതിയ നിയമകാലം എന്ന് പറയുന്നത്. അങ്ങനെ പുതിയ നിയമകാലത്താണ് ഇവിടെ സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെട്ടിട്ട് യെരൂശലേമിൽ തുടങ്ങി യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും ക്രിസ്തുവിന്റെ സാക്ഷികളായിരിക്കുന്ന ആളുകൾ സുവിശേഷം പ്രസംഗിച്ചു. അങ്ങനെ പുതിയ നിയമ കാലയളവിൽ ഈ സുവിശേഷം ചെന്നിടത്തെല്ലാം ദൈവത്തിന്റെ ആലയത്തിലേക്ക് അനേകര് ചേർക്കപ്പെട്ടു. ഇനി അതോടൊപ്പം ഒരു കാര്യം കൂടി നമ്മളിവിടെ 7-ാം വാക്യത്തിൽ കാണുന്നു. മീഖ 4-ന്റെ 7 വായിക്കുന്നു, മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നുപോയതിനെ മഹാജാതി ആക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഇവിടെ യഹോവയായ ദൈവത്തിന്റെ രാജാവ് ഇവിടെ ഭരിക്കുന്നത് ഈ ആലയത്തോട് ബന്ധപ്പെട്ടുള്ള വചനങ്ങൾ പറയുമ്പോൾ അതിനോടൊപ്പം ചേർന്നാണ് ഈ ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭരണത്തെക്കുറിച്ച് ദൈവപുത്രൻ രാജാവായിരിക്കുന്ന കാര്യം. യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യഹോവയാണ് രാജാവ്. പിതാവ് ആണ് ഇവിടെ പറയുന്നതായിട്ടുള്ള യഹോവ എന്ന് പറഞ്ഞിരിക്കുന്ന പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും യഹോവ എന്നുള്ള പ്രയോഗം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ദൈവപുത്രനാണ് ഭരിക്കുന്നത്. ആ ദൈവപുത്രൻ മുഖാന്തരം പിതാവ് തന്നെയാണ് ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ സഭയെക്കുറിച്ചും അതുപോലെ ദൈവത്തിന്റെ രാജ്യം അല്ലെങ്കിൽ ദൈവപുത്രന്റെ ഭരണം അതിനെക്കുറിച്ചും ഇവിടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രവചനമാണ് ഇവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള അനേക പ്രവചനങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. എല്ലാം നമുക്ക് ചിന്തിക്കുവാൻ ആവശ്യമില്ല, അതിന് നമുക്ക് സമയവും ഇല്ല. ഇവിടെ അനേക പ്രവചനങ്ങൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ യഹൂദന്മാർ ഒരു രാജ്യത്തെ കുറിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. പ്രതീക്ഷകൾ പക്ഷേ ദാവീദിനെ പോലെയുള്ള ഒരു രാജാവിനെയാണ് അവർ പ്രതീക്ഷിച്ചത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം. ദാവീദിനെ പോലെ ദാവീദ് പുത്രന്റെ ഭരണവും ദാവീദ് ഭരിച്ചതുപോലെ ലൗകികമായ ഒരു ഭരണം, ഈ ലോകപ്രകാരമുള്ള ഒരു രാജ്യം, അതാണ് യഹൂദന്മാര് അല്ലെങ്കിൽ ഇസ്രായേൽ ഗോത്രങ്ങൾ 12 പ്രതീക്ഷിച്ചത്. ദാവീദിന്റെ രാജ്യം പോലെയുള്ള ഒരു ഐഹികമായ രാജ്യമാണ് പ്രതീക്ഷിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. തിരുവെഴുത്തിൽ തന്നെ അത് കാണുന്നുണ്ട്. ശിഷ്യന്മാര് തന്നെ അങ്ങനെയാണ് വിചാരിച്ചത്. നീ ഈ കാലത്തിലാണോ ഇസ്രായേലിന്റെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാര് ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ അവരുടെ പ്രതീക്ഷയെല്ലാം ഇവിടെ ദാവീദിനെ പോലെയുള്ള ഒരു രാജാവ് എന്നുള്ളതായിരുന്നു.
എന്നാൽ യേശു കർത്താവിന്റെ ഒന്നാമത്തെ വരവിൽ അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ കർത്താവ് ദൈവരാജ്യം ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനും യേശു ക്രിസ്തുവും പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കിയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയത്. അങ്ങനെ ഈ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് തൊട്ടടുത്ത് എന്നുള്ള നിലയിലാണ്. അങ്ങനെ അറ്റ് ഹാൻഡ് എന്നുള്ള ഒരു വാക്കാണ് ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത്. തൊട്ടടുത്ത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനും കർത്താവും പ്രസംഗം ആരംഭിച്ചത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവരാജ്യം പിന്നീട് എന്നോ വരുന്ന ഒരു കാര്യമല്ല, പിന്നെയോ അത് തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ അന്ന് കർത്താവ് പറഞ്ഞവരുടെ ആ ജീവിതകാലത്ത് തന്നെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ പ്രവചനങ്ങളെല്ലാം നിറവേറുന്ന ഒരു സമയമായപ്പോഴാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ചത്, അല്ലെങ്കിൽ ദൈവപുത്രൻ മനുഷ്യപുത്രനായിട്ട് തീർന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ദൈവരാജ്യ സ്ഥാപനത്തെ കുറിച്ചുള്ള അനേക പ്രവചനങ്ങൾ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് മുൻപ് തൊട്ടടുത്ത് തന്നെ അപ്പോസ്തലൻ യോഹന്നാൻ സ്നാപകനും അതുപോലെ യേശു ക്രിസ്തുവും പ്രസംഗിക്കുകയുണ്ടായി. ഇനി ക്രിസ്തുവിന്റെ വാഴ്ച ആരംഭിച്ചത് എപ്പോഴാണ് എന്നുള്ളതിനെ സംബന്ധിച്ചും ദൈവവചനം ഒരു വെളിച്ചം നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ തിരുവെഴുത്തിൽ പറയുന്നത് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. തിരുവെഴുത്ത് എന്ത് പറയുന്നു അത് തിരിച്ചറിയുവാനായിട്ട് നമുക്കിടയായി തീരണം. ദൈവരാജ്യം ആരംഭിച്ചത് അല്ലെ ക്രിസ്തുവിന്റെ വാഴ്ച ആരംഭിച്ചത് എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ എപ്പോൾ ആരംഭിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു വേദഭാഗം ദാനിയേൽ പ്രവചനത്തിൽ 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഒരു ദർശനമാണ് നമ്മൾ കാണുന്നത്. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു, അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി എന്നാണ് 13-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് യേശുക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് അല്ലെങ്കിൽ ദർശനമാണ് ദാനിയേൽ കണ്ടത് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഇവിടെ രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായി ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആകാശമേഘങ്ങളോടെ ഞാൻ വരുമെന്ന് കർത്താവ് തന്നെ കൽപ്പിക്കുകയുണ്ടായി, അല്ലെങ്കിൽ അരുളി ചെയ്യുകയുണ്ടായി. അപ്പൊ കർത്താവ് അരുളി ചെയ്ത ആ കാര്യം വേറെ വേദഭാഗങ്ങളിൽ ഉള്ളത് കൊണ്ട് ഇത് യേശുക്രിസ്തുവിന്റെ 2-ാം വരവായിട്ട് അനേകര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വാസ്തവത്തിൽ ഇത് യേശുക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ചുള്ള പ്രവചനമല്ല. ഇവിടെ ആരുടെ അടുക്കലാണ് ദൈവപുത്രൻ ചെല്ലുന്നത്? മനുഷ്യപുത്രനോട് സദൃശനായവൻ യേശുക്രിസ്തു ആണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഈ മനുഷ്യപുത്രനോട് സദൃശനായവൻ എവിടേക്കാണ് വരുന്നത്, എവിടേക്കാണ് ചെല്ലുന്നതായിട്ട് ഈ വേദഭാഗം പറയുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ വയോധികനായവന്റെ അടുക്കിലേക്ക് ചെന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്വർഗത്തിലെ സിംഹാസനത്തിലിരിക്കുന്ന വയോധികനെ കുറിച്ച് ഇതിന്റെ 9 മുതലുള്ളതായ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത് സ്വർഗീയ പിതാവിനെ കുറിച്ചുള്ള ഒരു പ്രയോഗമാണ്. ഈ വാക്ക് വയോധികൻ എന്നുള്ള വാക്ക് വായിച്ചാൽ നമുക്ക് തോന്നുന്ന ഒരു വയസ്സൻ എന്നുള്ള നിലയിൽ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. പക്ഷെ ഇവിടെ അൻസെന്റ് ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ ഈ ദിവസങ്ങളുടെ പൂർവീകൻ എന്നുള്ള ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ദിവസങ്ങളുടെ പൂർവീകൻ എന്ന് പറയുന്ന ദിവസങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുൻപേ ഉള്ളവൻ, അനാദിയായവൻ എന്നുള്ള അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ അർത്ഥത്തിലാണ് ഇവിടെ പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനുഷ്യപുത്രനോട് സദൃശനായവൻ പിതാവായ ദൈവത്തിന്റെ മുൻപിലേക്ക് ചെല്ലുന്ന, അടുക്കിലേക്ക് ചെല്ലുന്ന ഒരു വചനമാണ്, ഒരു പ്രവചനമാണ്, ഒരു ദർശനമാണ് ദാനിയേൽ കണ്ടത്. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു, അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി എന്നാണ് ഇവിടെ തുടർന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവിടെ കെരൂബുകളുണ്ട്, സാറാഫുകൾ എന്ന പേര് നമ്മൾ കാണുന്നുണ്ട്, ദൈവദൂതന്മാരുടെ അനേക സംഘമുണ്ട്.
അപ്പൊ കെരൂബുകളുടെ മധ്യേ അധിവസിക്കുന്ന ദൈവം എന്നുള്ളത് അനേക വേദഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കെരൂബുകൾ എന്ന് പറയുന്നത് ദൈവദൂതന്മാരെക്കാളും വിശിഷ്ടമായ ഒരു അധികാരവും ശക്തിയും മഹത്വവും ഒക്കെ ഉള്ളതായ സൃഷ്ടികളായിട്ടാണ് യെശയ്യാ പ്രവചനത്തിലും ഒക്കെ നമ്മൾ കാണുന്നത്. അത് വെളിപ്പാട് പുസ്തകത്തിലും കാണുന്നുണ്ട്. സാറാഫുകൾ എന്ന് യെശയ്യാ 6-ാം അധ്യായത്തില് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിശേഷ സൃഷ്ടി, അപ്പൊ കെരൂബുകളുടെ മധ്യേ വസിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ ഈ സിംഹാസനത്തോട് തൊട്ടടുത്ത് കെരൂബുകളാണ് ഉള്ളത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഒരു മേഘം വന്ന് അവനെ മറച്ചു എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലെ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ശിഷ്യന്മാര് കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം വന്നു അവനെ മറച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ അങ്ങനെ മേഘം വന്ന് മറച്ചു. മേഘത്തിലാണ് സ്വർഗത്തിലേക്ക് പോയത് എന്നുള്ളത് ഈ വേദഭാഗം വായിക്കുമ്പോൾ, ദാനിയേൽ 7:13 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കല്ല, പിന്നെയോ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്ന ആ ഒരു കാഴ്ചയാണ് ദാനിയേല് ഇവിടെ കണ്ട ദർശനം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇത് അനേകർക്ക് തിരിച്ചറിവില്ല ഈ വിഷയം. അതുകൊണ്ടാണ് യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ആധിപത്യവും മഹത്വവും രാജ്യത്വവും പ്രാപിച്ച് വാഴുമെന്ന് അനേകർ വ്യാഖ്യാനിക്കുന്നതിന്റെ കാരണം ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ മനുഷ്യപുത്രനോട് സദൃശനായവൻ ആരുടെ അടുക്കിലേക്കാണ് ചെല്ലുന്നത് എന്നുള്ളത് അവര് ഗ്രഹിക്കുന്നില്ല. അപ്പൊ പിതാവായ ദൈവം ഇവിടെ ഭൂമിയിലല്ലല്ലോ ഇരിക്കുന്നത്, സ്വർഗത്തിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ചൊല്ലുന്നവര് പോലും ഇവിടെ ഈ വയോധികൻ എന്ന് പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളുടെ പൂർവീകനായ പിതാവ് സ്വർഗത്തിലാണ് എന്നുള്ളതും അവിടേക്കാണ് ദൈവപുത്രനായ യേശുക്രിസ്തു ഇവിടെ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടതായിട്ട് ദാനിയേല് ഇവിടെ ദർശനം കണ്ടത് എന്നും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തിരിച്ചറിവുള്ള നമ്മള് ഇക്കാര്യം തിരിച്ചറിഞ്ഞിട്ട് അറിവില്ലാത്തവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തുറന്നു കാണുന്നത്, അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി, സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജത്വം നശിച്ചു പോകാത്തതുമാകുന്നു. അപ്പോൾ സകല വംശങ്ങളും അവനെ സേവിച്ചനുസരിക്കേണ്ടതിന് പുത്രന് പിതാവ് ആധിപത്യവും മഹത്വവും രാജത്വവും കൊടുക്കുന്നു എന്നാണ്. രാജാധികാരം എന്നതിനെ കുറിച്ച് പറയാം. അങ്ങനെ ആ ക്രിസ്തുവിന്റെ അധികാരം അല്ലെങ്കിൽ വാഴ്ച, ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യമാണ്. അവന്റെ രാജത്വം നശിച്ചു പോകാത്തതാണ് എന്ന് ഇവിടെ നാം കാണുന്നു. അതുകൊണ്ട് സകല ജാതികളും സേവിച്ചനുസരിക്കേണ്ടതിന് പിതാവ് കൊടുത്തതായ ആ ഒരു അധികാരം, ആ അധികാരമാണ് ഇവിടെ പുത്രൻ പിതാവിന്റെ അടുക്കിലേക്ക് ചെന്നപ്പോഴാണ് ഈ അധികാരം കൊടുക്കുന്നത്. അതല്ലാതെ ഭൂമിയിലേക്ക് കർത്താവ് വരുമ്പോൾ ഈ അധികാരം കൊടുത്ത് ഭൂമിയിൽ നീ പോയി ഭരിക്കുക എന്ന് പറഞ്ഞ് പിതാവ് വിടുന്നതാണ് എന്ന് നാം വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. ഇത് അനേകർക്കും ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിന്റെ വാഴ്ച ആരംഭിച്ചത് എപ്പോഴാണ്, രാജത്വം ലഭിച്ചത് എപ്പോഴാണ്, ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് എപ്പോഴാണ്, യേശു കർത്താവ് ഭൂമിയിൽ തന്റെ മരണമടക്കം ഉയർത്തെഴുന്നേൽപ്പ് ഇവയ്ക്ക് ശേഷം സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ അടുക്കൽ എത്തിയപ്പോൾ ആണ് ഈ വാഴ്ച ആരംഭിച്ചത്. രാജത്വം കൊടുത്തത് അപ്പോഴാണ്, ആധിപത്യവും മഹത്വവും കൊടുത്തത് അപ്പോഴാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഇതിനെക്കുറിച്ച്, ഈ സംഭവത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വേദഭാഗം നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അവൻ വന്നു സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികൾ 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും
അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ഇവിടെ പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന ആ ദൈവപുത്രൻ പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന അതേ ദാനിയേല് കണ്ട അതേ കാര്യം തന്നെ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് താൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി എന്ന് നമ്മൾ ദാനിയേൽ 7-ാം അധ്യായത്തിൽ കണ്ട അതേ ചിത്രമാണ് ഇവിടെയും. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ സിംഹാസനത്തിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ഇതെന്താണ് ഈ അറുക്കപ്പെട്ടതുപോലെ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ക്രൂശിക്കപ്പെട്ട ശരീരത്തോടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്ന് വെച്ചുകൊണ്ട് അസ്ഥിയും മാംസവും എന്നുള്ള നിലയിൽ നമ്മളെപ്പോലെയാണ് എന്ന് ചിന്തിക്കേണ്ട. അതിനെന്തോ വ്യത്യാസമുണ്ട്, മാറ്റമുണ്ട്. എന്നാൽ അസ്ഥിയും മാംസവും തന്നെ ആയിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ശിഷ്യന്മാരെല്ലാം ഒരു മുറിയിൽ അടച്ചിരുന്നപ്പോൾ കർത്താവ് അവരുടെ നടുവിലെ പ്രത്യക്ഷമാകുവാനായിട്ട് കഴിവുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പല പ്രാവശ്യം അങ്ങനെ പ്രത്യക്ഷമായി. തോമസ് തന്നെ സംശയിച്ചപ്പോൾ നീ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് കൈയിടുക, എൻ്റെ ആണിപ്പഴുതിൽ വിരൽ ഇടുക എന്ന് കർത്താവ് പറഞ്ഞു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആണിപ്പഴുതുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാം. ശിഷ്യന്മാര് കർത്താവ് ഒരിക്കൽ പ്രത്യക്ഷമായപ്പോൾ ഭയപ്പെട്ടു. അവര് പേടിച്ചപ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, അവര് ഭൂതമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഭയപ്പെട്ടത് എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് പറയുന്നത്, നിങ്ങൾ അടുത്തു വന്ന് എന്നെ തൊട്ടു നോക്കുകയും എനിക്കുള്ളതുപോലെ ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ ഭൂതത്തിന് ഉള്ളതുപോലെയുള്ള അവസ്ഥയല്ല കർത്താവിന് തനിക്കുള്ളത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അസ്ഥിയും മാംസവും ഉണ്ടെന്നാണ് അവിടെ നിന്നും കർത്താവ് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ശരീരത്തോടു കൂടിയാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നു ആധിപത്യവും മഹത്വവും രാജത്വവും കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ശരീരം തേജസ്കരിക്കപ്പെട്ടു എന്ന് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ താൻ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന് യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തേജസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥ, സ്വർഗത്തിൽ ചെന്ന് പിതാവി അധികാരവും മഹത്വവും രാജത്വവും എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്റെ വലതുഭാഗത്ത് സിംഹാസനത്തിൽ ഇരുത്തി. അപ്പോൾ ഇവിടെ ഈ ഭൂമിയിൽ മറുവിലയായി തീർന്ന ശരീരത്തോടെ അല്ല, പിന്നെയോ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെയാണ്. ആ ഒരു കാഴ്ചയാണ് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ വെച്ച് കണ്ടത്. തന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയാകുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെ ആയിരുന്നു. തന്റെ കാൽ വെള്ളോട്ട് ചുട്ട് പഴുപ്പിച്ചതുപോലെ ആയിരുന്നു. അതുപോലെ കണ്ണ് തീജ്വാലയ്ക്കൊത്തതായിരുന്നു. അപ്പോൾ ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരമാണ് അവിടെ നമ്മൾ കാണുന്നത്. കർത്താവിന്റെ ശരീരം മഹത്വമുള്ള ശരീരമായിട്ട്, തേജസ്കരിക്കപ്പെട്ട ശരീരമായിട്ട് മാറി. ഇങ്ങനെയുള്ള ഒരു തേജസ്സാണ് അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെട്ടത്. ശൗല് ദമസ്കോസിലേക്ക് പോകുന്ന വഴിയിൽ നട്ടുച്ചയ്ക്ക് സൂര്യനേക്കാളും ഭയങ്കരമായ ഒരു വെളിച്ചം, വലിയ വെളിച്ചമാണ് ചുറ്റും മിന്നിയതായിട്ട് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ അവൻ കണ്ണ് കാണാത്തവനായിട്ട് നിലത്ത് വീണു, താനും കൂടെയുള്ളവരും നിലത്ത് വീണു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സാധാരണ അവസ്ഥ മാറിയിട്ട് ഒരു തേജസ്കരിക്കപ്പെട്ട മഹത്വമുള്ള ഒരു അവസ്ഥ നമ്മുടെ കർത്താവിന് അവിടെ ലഭിച്ചു. സ്വർഗത്തിൽ ചെന്നപ്പോൾ പിതാവ് നൽകി എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ദാനിയേൽ കണ്ടതുപോലെ പിതാവിന്റെ അടുക്കൽ ദൈവപുത്രൻ ചെന്ന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും പ്രാപിച്ചു. അതാണ് ഇവിടെ പുസ്തകം വാങ്ങുന്നതായിട്ട് വെളിപ്പാട് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പുസ്തകം വാങ്ങിയെന്നാണ്. ഇത് അധികാരപ്പെടുത്തുന്ന ഒരു അധികാരപത്രമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പിൻ പദ്ധതി, മനുഷ്യവർഗത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ വീണ്ടെടുപ്പിൻ പദ്ധതി എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് എന്ന് ആ വേദഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, സകലവും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം പുസ്തകത്തിൽ എഴുതിയിട്ട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം സംഭവങ്ങൾ പിന്നീട് നടക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ സംഭവങ്ങളൊക്കെ യാദൃശ്യമായിട്ട് നടക്കുകയല്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ ഇതെല്ലാം ഉണ്ട്. ഭൂമിയെ വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ പദ്ധതി എല്ലാം മുമ്പേ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ദൈവം നടപ്പാക്കുന്നതാണ്.
ആ നടപ്പാക്കുന്ന പദ്ധതിയെല്ലാം നടപ്പാക്കുവാനായിട്ട് ദൈവപുത്രനെ ഏൽപ്പിക്കുന്നതാണ് ഈ പുസ്തകം. പുത്രന് നൽകിക്കൊണ്ട് അധികാരപ്പെടുത്തുന്ന ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതാണ് പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ, ഈ മുദ്രകൾ പൊട്ടിച്ച് അത് തുറക്കുക എന്ന് പറയുമ്പോൾ ദൈവ പദ്ധതി എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ ഉള്ളതുപോലെ അത് നടപ്പാക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റു വേദഭാഗങ്ങളിലും അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ എത്തിയപ്പോഴാണ് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചത് എന്ന് ദാനിയേൽ പറയുന്നത് പോലെ ഇവിടെയും നമ്മൾ ഇത് തന്നെ കാണുന്നു. അപ്പൊ ഇവിടെ ഈ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങുന്നു. അത് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യം ഇവിടെ ഒരു പാട്ടായിട്ട് പാടുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവര് ഞങ്ങളുടെ ദൈവത്തിന്, ഇവിടെ കാണുന്നത് ഈ സകല വംശത്തിലും സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി എന്നുള്ളത് ഒരു പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇത് വരുവാൻ പോകുന്ന കാര്യമാണ്. ഇത് തിരുവെഴുത്തിൽ പലപ്പോഴും നമ്മൾ വായിക്കുന്ന കാര്യമാണ്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ചെങ്കടൽക്കരയിൽ ഇസ്രായേൽ മക്കളെല്ലാം ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അവിടെ പാടുന്നതായിട്ടുള്ള ഒരു പാട്ട്, യഹോവേ നിന്റെ അവകാശ പർവ്വതത്തിൽ നീ അവരെ കൊണ്ടുവന്ന് അവരെ അവിടെ നട്ടു എന്നൊക്കെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ അവര് ചെങ്കടൽ കടന്നതേ ഉള്ളൂ. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ മുൻകണ്ടുകൊണ്ട് ആ ഇസ്രായേൽ മക്കൾ പാടിയതുപോലെ ഇവിടെ കുഞ്ഞാടിന്റെ പാട്ട്, ഇവിടെ പുതിയ പാട്ടാണ്. പഴയ പാട്ടെന്ന് പറയുന്നത് ദൈവം അടിമത്വത്തിൽ നിന്ന് ഇസ്രായേലിനെ വീണ്ടെടുത്തു അവരുടെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോയി നടുന്നതിനെ കുറിച്ച്, അത് അവകാശമായി നൽകുന്നതിനെ കുറിച്ചാണ്. ഇവിടെ പുതിയ പാട്ട് എന്ന് പറയുന്നത് ഈ പിശാചിന്റെ അടിമത്വത്തിൽ നിന്നും പാപത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിട്ട് ദൈവത്തിന്റെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നതിനെ കുറിച്ചാണ്. പുതിയ ഭൂമിയിൽ ആണ് വാഴുന്നത് എന്ന് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പുതിയ ഭൂമിയിൽ എന്നേക്കും വാഴുന്ന ആ വാഴ്ചയെക്കുറിച്ച് മുൻകണ്ടുകൊണ്ടാണ് ഇവിടെ പുതിയ പാട്ട് പാടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അവർ ഭൂമിയിൽ വാഴുന്നു എന്നുള്ളത് അവർ നേരത്തെ തന്നെ പാടുന്നത് അത് സംഭവിക്കും എന്നുള്ളതിന്റെ ഉറപ്പാണ്. അപ്പൊ ഇവിടെ ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ രാജ്യമാക്കി മാറ്റി. ഈ വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തിന്റെ രാജ്യമാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു പോയിന്റ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തിന്റെ രാജ്യമായി തീർന്നു. അവരെ വീണ്ടെടുത്തത് യേശുക്രിസ്തു തന്റെ രക്തത്താലാണ്. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം ദൈവരാജ്യമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ടവരാണ്. ഇതുപോലെ അപ്പോൾ നമ്മളിവിടെ ക്രിസ്തുവിന്റെ വാഴ്ച ആരംഭിച്ചത് എപ്പോൾ എന്നുള്ളതിനെ കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അത് പിതാവിന്റെ അടുക്കിലേക്ക് പുത്രൻ സ്വർഗാരോഹണം ചെയ്ത് ചെന്നപ്പോഴാണ് വാഴ്ച ആരംഭിച്ചത്, ആധിപത്യവും മഹത്വവും രാജ്യത്വം കൊടുത്തത് എന്ന് ദാനിയേൽ 7-ാം അധ്യായത്തിലും വെളിപ്പാട് 5-ാം അധ്യായത്തിലും നമ്മൾ കണ്ടു. വീണ്ടെടുക്കപ്പെട്ടവരെ രാജ്യമാക്കി തീർത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ കർത്താവിനെ പിതാവ് തന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്നതിനെ കുറിച്ചുള്ള ഒരു വേദഭാഗം എഫേസ്യർ 1-ാം അധ്യായത്തിൽ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ പിതാവിന്റെ വലതുഭാഗത്ത് ഇരുത്തി എന്ന് പറയുമ്പോൾ നമ്മളൊരു കസേരയിൽ ഇരിക്കുന്ന പോലെയല്ല. പിതാവിന്റെ ആ സിംഹാസനം എന്ന് പറയുന്നത് സകല പ്രപഞ്ചത്തെയും ഭരിക്കുന്ന അധികാര സ്ഥാനമാണ്. അങ്ങനെ പിതാവിന്റെ വലതുഭാഗത്ത് പുത്രനെ ഇരുത്തി എന്ന് പറയുമ്പോൾ
സകല അധികാരവും പുത്രന് നൽകിയെന്നാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുവാനായിട്ടുള്ള അധികാരവും മഹത്വവും ശക്തിയും എല്ലാം പിതാവ് തന്റെ പുത്രന് നൽകി എന്നുള്ളതാണ്. സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെ ഇരുത്തി എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെയും നമ്മൾ യേശുക്രിസ്തുവിനെ രാജാവായിട്ട് പിതാവ് വാഴിച്ചതിനെ സംബന്ധിച്ച് തന്റെ വലതുഭാഗത്ത് ഇരുത്തുന്നതിനെ സംബന്ധിച്ചുള്ളതായ ഒരു വചനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ തുടർന്നാണ് ദൈവരാജ്യം ആരംഭിച്ചത്, ക്രിസ്തുവിന്റെ വാഴ്ച ആരംഭിച്ചത് എന്നുള്ളത് ഈ വേദഭാഗങ്ങളെല്ലാം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് വിപരീതമായിട്ട് നമുക്ക് ഒന്നും ഈ വചനം വിപരീതമായിട്ട് പരസ്പര വിരുദ്ധമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ഒരു പ്രതീകാത്മകമായ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ തുടർന്നാണ് യേശു ക്രിസ്തുവിന്റെ വാഴ്ച അല്ലെങ്കിൽ ഭരണം തുടങ്ങിയത് എന്നുള്ളതും ദൈവരാജ്യം ആരംഭിച്ചത് എന്നുള്ളതിനും വ്യക്തമായ ഒരു വേദഭാഗമാണ് ഈ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. ഇവിടെ ഒരു സ്ത്രീ എന്ന പ്രതീകത്തെ നമ്മൾ കാണുന്നു. ഇത് ഇസ്രായേൽ എന്ന ദൈവജനത്തെ കാണിക്കുന്നതായിട്ടുള്ള ഒരു പ്രതീകമാണ്. ഇസ്രായേലിൽ നിന്ന് ക്രിസ്തു ഉത്ഭവിച്ചു വന്നു എന്ന് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ക്രിസ്തു ഉത്ഭവിച്ചു വന്ന ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നതിനെ ഒരു സ്ത്രീ പ്രസവിക്കുന്നതിനോട് താരതമ്യം ചെയ്ത് ഒരു പ്രതീകാത്മക ചിത്രം ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഈ സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്നതായിട്ട് ഇവിടെ പറയുന്നു. ഈ ആൺകുട്ടി എന്ന് പറയുന്നത് ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തതിനെ സംബന്ധിച്ചും ആൺകുട്ടി ദൈവസന്നിധിയിലേക്ക് പിതാവിന്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന സ്വർഗാരോഹണത്തെ കുറിച്ചുമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ട വേറെ ആരുമില്ല. അപ്പൊ ഇവിടെ പുത്രനായ യേശുക്രിസ്തു ഈ ലോകത്തിൽ തന്റെ ദൗത്യം നിർവഹിച്ചതിന് ശേഷം പിതാവിന്റെ അടുക്കിലേക്ക് സ്വർഗാരോഹണം ചെയ്തതിനെ കാണിക്കുന്നതായിട്ടുള്ള ഒരു വേദഭാഗമാണ്, പ്രതീകാത്മകമായിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഈ ആൺകുട്ടി സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്നതായിട്ടുള്ള ചിത്രം. തുടർന്ന് സ്വർഗത്തിൽ യുദ്ധമുണ്ടാകുന്നതായിട്ടാണ് നമ്മൾ വെളിപ്പാട് 12-7 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഇവിടെ യുദ്ധം എന്ന് പറയുന്ന മീഖായേൽ അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, മഹാസർപ്പവും തന്റെ ദൂതന്മാരുമായി പടവെട്ടി അല്ലെങ്കിൽ യുദ്ധം ചെയ്തു എന്നാണ് കാണുന്നത്. സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്നുള്ള മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അതുവരെ സ്വർഗത്തിൽ അവന് സ്ഥാനമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ തള്ളിക്കളയപ്പെടുകയാണ്. അങ്ങനെ തള്ളിക്കളയപ്പെട്ട് ഈ ഭൂമിയിലേക്ക് തള്ളിക്കളയപ്പെട്ടിരിക്കുന്ന ആ ഒരു വചനമാണ് ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അവന്റെ ദൂതന്മാരെ അവനോടുകൂടെ തള്ളിക്കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ അടുക്കൽ എത്തിയപ്പോൾ നടന്ന ഒരു സംഭവമാണ്. മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തിന് എന്തെല്ലാം പദ്ധതികളുണ്ട്, നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. സ്വർഗത്തിൽ യുദ്ധമുണ്ടായതും പിശാചിനെയും സൈന്യത്തെയും എല്ലാം പരാജയപ്പെടുത്തിയതും ഒക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതായ കാര്യമാണ്. അങ്ങനെയുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, മനസ്സിലാക്കാത്ത അനേക കാര്യങ്ങൾ മനുഷ്യവർഗത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ മഹാസർപ്പത്തെയും കൂടെയുള്ള ദൂതന്മാരെല്ലാം തള്ളിക്കളഞ്ഞപ്പോൾ ഒരു പ്രഖ്യാപനം ഇവിടെ ഉണ്ടാകുകയാണ്. സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞത് കേട്ടത് എന്നാണ് ഇവിടെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്. അപ്പൊ പിശാചിനെ സൈന്യത്തെ തള്ളിക്കളഞ്ഞപ്പോൾ, അപ്പോൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രസക്തമാണ്. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞത് കേട്ടത്. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. എപ്പോഴാണ് ഇത് ആരംഭിച്ചത്? ഇപ്പോൾ എന്നിവിടെ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ പിശാചിനെയും സൈന്യത്തെയും തള്ളിക്കളഞ്ഞത് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ അടുക്കൽ എത്തിയപ്പോഴാണ്. അപ്പോഴാണ് ഇവിടെ എന്ത് പ്രഖ്യാപിക്കുന്നത്? നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങി. ദൈവത്തിന്റെ രക്ഷ തുടങ്ങിയത് അപ്പോഴാണ്. കർത്താവ് മനുഷ്യവർഗത്തിനു വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതോടെയാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷ പൂർണ്ണമായത്. അതുവരെ വിശുദ്ധന്മാര്, പഴയ നിയമകാലത്തുള്ള പിതാക്കന്മാരുടെ കാലത്തുള്ള വിശുദ്ധന്മാരെല്ലാം മരിച്ചപ്പോൾ അവരുടെ ആത്മാക്കളെ
പാതാളത്തിലെ പറുദീസായിൽ ദൈവം സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അവരുടെ വീണ്ടെടുപ്പ് വില ദൈവം കൊടുത്തിട്ടില്ലായിരുന്നു. അത് തന്റെ പുത്രന്റെ രക്തമാണ്, അല്ലെങ്കിൽ പുത്രന്റെ ജീവനാണ്. അങ്ങനെ ആ സ്വപുത്രന്റെ ജീവനെ നൽകിയാണ് പിതാവ് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ രക്ഷ അതുവരെ പൂർണ്ണമായിരുന്നില്ല. രക്ഷിക്കപ്പെടുവാനുള്ളവരെ ദൈവം വേർതിരിച്ചിരുന്നു. അതാണ് വിശുദ്ധന്മാരെന്ന് പറയുന്നത്. വേർതിരിക്കപ്പെട്ടവരെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതായിട്ടുള്ള വിശുദ്ധന്മാരെ രക്ഷിച്ചത് യേശുക്രിസ്തുവിന്റെ മരണമടക്കം പുനരുത്ഥാനം സ്വർഗാരോഹണയോടുകൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു തെളിവാണ് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് മത്തായി 1:21 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ രക്ഷിപ്പാൻ ഇരിക്കൊണ്ട്, തന്റെ ജനത്തെ രക്ഷിക്കുവാൻ ഇരിക്കുന്നത് കൊണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുവരെ രക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വെളിപ്പാട് 12:10 പറയുന്നത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷ ആരംഭിച്ചു, ശക്തി ആരംഭിച്ചു. അതുവരെ പിശാചിന്റെ ശക്തി വലിയ ശക്തിയായിട്ടാണ് വെളിപ്പെട്ടത്. പിശാച് ദൈവം സൃഷ്ടിച്ച മനുഷ്യവർഗത്തെയെല്ലാം തന്റെ സ്വാധീനത്തിലാക്കി അവരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് തന്റെ ഇഷ്ടം ചെയ്യുന്നവരായിട്ട് ഒക്കെ ആക്കി തീർത്തു. അവന്റെ ഒരു ആത്മീയമായ സ്വാധീനത്തെ നിലനിർത്തിയിരിക്കുകയായിരുന്നു. അവൻ സമ്പാദിച്ച കൊള്ള മുതൽ പക്ഷെ അവനിലും ബലവാനായവൻ വന്നു, അവനെ ജയിച്ചു. അങ്ങനെ ജയിച്ച് അവൻ ആശ്രയിച്ചിരുന്ന ആ സർവായുധ വർഗം പിടിച്ചു പറിച്ചു, അവന്റെ കൊള്ള പങ്കുവെച്ചു എന്നാണ് നമ്മൾ കർത്താവിന്റെ പ്രസ്താവന മത്തായി 12-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പിശാച് കൈവശമാക്കിയിരുന്ന മനുഷ്യവർഗത്തിൽ ഒരു വിഭാഗത്തെ ദൈവം പങ്കുവെച്ചെടുത്തു, തന്റെ രാജ്യത്തിലേക്ക് ചേർത്തു. അതാണ് ഇവിടെ നമ്മൾ കാണുന്ന കാര്യം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ശക്തി ആരംഭിച്ചു. അതുവരെ ശക്തനാണെന്ന് വിചാരിച്ചതായിട്ടുള്ള പിശാചും അവന്റെ ദൂതന്മാരും ഒക്കെ അശക്തരാണെന്നുള്ളത് മനസ്സിലായി. ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു. അങ്ങനെ ആ ശക്തി മനുഷ്യവർഗത്തിന് വെളിപ്പെടുവാനിടയായി തീർന്നു. അതുപോലെ രാജ്യം ആരംഭിച്ചു, ശക്തി ആരംഭിച്ചു. ഇവിടെ ആദ്യം പറയുന്ന ദൈവത്തിന്റെ രക്ഷ ആരംഭിച്ചു, പിന്നെ ശക്തി ആരംഭിച്ചു, ദൈവത്തിന്റെ രാജ്യം ആരംഭിച്ചു. ദൈവത്തിന്റെ രാജ്യം ആരംഭിക്കുന്ന എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ വെളിപ്പാട് പുസ്തകം 12:10. വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കൾ ഇതിനെക്കുറിച്ച് മൗനമായിരിക്കുന്നതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. കാരണം അവർ പഠിപ്പിക്കുന്ന ഉപദേശം, മിക്കവാറും ആളുകൾ പഠിപ്പിക്കുന്ന ഉപദേശത്തിന് യോജിക്കുന്നതല്ല ദൈവരാജ്യം ഇപ്പോൾ ആരംഭിച്ചു എന്നുള്ള ഈ പ്രസ്താവന. കാരണം അവര് പഠിപ്പിക്കുന്ന കർത്താവ് യേശുക്രിസ്തു രണ്ടാമത് ഭൂമിയിൽ വന്നിട്ട് ദൈവരാജ്യം സ്ഥാപിക്കും എന്നുള്ള ഉപദേശം അവര് പഠിപ്പിക്കുന്നത് കൊണ്ട് ഇവിടെ ഈ പിതാവിന്റെ അടുക്കിലേക്ക് ആരോഹണം ചെയ്ത ദൈവപുത്രന്റെ ആരോഹണത്തെ തുടർന്ന് സ്വർഗത്തിൽ യുദ്ധമുണ്ടായി പിശാചിനെ തള്ളിക്കളഞ്ഞതിനെ തുടർന്ന് ദൈവരാജ്യം ആരംഭിച്ചു എന്നുള്ള ഉപദേശം അവര് പഠിപ്പിക്കുന്ന ഉപദേശവുമായിട്ട് ചേരുന്നതല്ല. അതുകൊണ്ട് ഈ വചനം അവര് അവഗണിച്ച് കളയുന്നതാണ് വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാനത്തെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ദൈവരാജ്യം ആരംഭിച്ചത് എപ്പോഴാണെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന ഈ വേദഭാഗത്തെ ഒന്നും നമുക്ക് അവഗണിക്കാൻ പറ്റുകയില്ല. തീർച്ചയായിട്ടും അത് വളരെ കൃത്യമാണ്. ഇത് കർത്താവിന്റെ സ്വർഗാരോഹണത്തെ തുടർന്നാണ് ദൈവരാജ്യം ആരംഭിച്ചത്. അതാണ് ഇതുവരെയുള്ള തെളിവിലൂടെ നമ്മൾ കണ്ടത്. അവന്റെ ക്രിസ്തുവിന്റെ വാഴ്ച തുടങ്ങിയെന്ന, ക്രിസ്തുവിന്റെ ആധിപത്യം, ക്രിസ്തുവിന്റെ ഭരണം തുടങ്ങി. ക്രിസ്തുവിന്റെ ഭരണം തുടങ്ങിയത് കർത്താവിന്റെ സ്വർഗാരോഹണത്തെ തുടർന്ന് പിതാവിനോടുകൂടി തന്റെ സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ ആണ്, അല്ലെങ്കിൽ ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചതോടെയാണ് എന്നുള്ളത് ഈ വേദഭാഗവും നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ തുടർന്നാണ് ക്രിസ്തുവിന്റെ വാഴ്ച ആരംഭിച്ചത് എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതായ കാര്യമാണ്. തുടർന്ന് അവിടെ നമ്മൾ കാണുന്നത്, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പോൾ ഈ ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്നതായിട്ടുള്ള ആളുകളെല്ലാം ഈ പിശാചിന് കുറ്റം ചുമത്തപ്പെട്ടതായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തി അവരുടെ പാപങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ മേൽ എനിക്കാണ് അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചുകൊണ്ടിരുന്ന സാത്താന്റെ അധികാരമെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവനെ സ്വർഗത്തിൽ നിന്ന് വീഴിച്ചു കളഞ്ഞു. അങ്ങനെ പുത്രന്റെ മരണത്താൽ, ദൈവപുത്രന്റെ മരണത്താൽ അവരുടെ പാപത്തിന് ശിക്ഷ ദൈവപുത്രന്റെ മേൽ നൽകിയതുകൊണ്ട് പുത്രന്റെ മരണത്താൽ അവരെ വീണ്ടെടുത്തപ്പോൾ
അവരുടെ മേൽ പിന്നെ പിശാചിന് ഒരു അവകാശവും പറയാൻ പറ്റുകയില്ല. കാരണം ദൈവപുത്രനിൽ അവരുടെ പാപത്തിനുള്ള ശിക്ഷ പിതാവ് കൊടുത്തു. അതുകൊണ്ട് അവരെല്ലാം വീണ്ടെടുക്കപ്പെട്ടു, അല്ലെങ്കിൽ അവര് ക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ചു, അവര് ദൈവത്തിന്റെ രക്ഷ പ്രാപിച്ചു. അതാണ് ഇവിടെ നമ്മൾ കാണുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ കർത്താവിന്റെ സ്വർഗാരോഹണത്തെ തുടർന്നാണ് ഇവിടെ ദൈവരാജ്യം ആരംഭിച്ചത്, വാഴ്ച ആരംഭിച്ചത് എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മൾ 110-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിലും വായിക്കുന്ന കാര്യമാണ്. അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? യഹോവ എന്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്ക എന്ന് യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്നാണ് ദാവീദ് എഴുതിയിരിക്കുന്ന പ്രവചനം. അപ്പോൾ യഹോവ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന പിതാവാ. യഹോവ എന്റെ കർത്താവിനോട് എന്ന് പറയുമ്പോൾ എന്റെ കർത്താവ് എന്ന് ദാവീദ് പറയുന്നത് യേശുക്രിസ്തു എന്ന ദൈവപുത്രനെ കുറിച്ചാണ്. അപ്പൊ കർത്താവ് ഇത് ഈ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാം കർത്താവിനെ ചോദ്യം ചെയ്തതായി, അല്ലെങ്കിൽ കർത്താവിനോട് സംസാരിക്കുന്ന സമയത്ത് കർത്താവ് അവരോട് ചോദിച്ചു, ക്രിസ്തു ആരുടെ പുത്രനാണെന്ന് ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞു, അത് ദാവീദിന്റെ പുത്രനാ. ദാവീദിന്റെ പുത്രനാ അല്ലേ? എങ്കിൽ ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരം മുട്ടിപ്പോയി. കാരണം ഇവിടെ ഈ ദൈവപുത്രൻ അല്ലെങ്കിൽ ദാവീദ് പുത്രൻ എന്നുള്ളത് ഈ ദാവീദിന്റെ വംശാവലി ജനിക്കുന്ന കേവലം ഒരു മനുഷ്യനല്ല എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ യഹോവ എന്റെ കർത്താവിനോട് എന്ന് പറയുമ്പോൾ ദാവീദിന്റെ കർത്താവാണ് ദൈവപുത്രൻ. അത് ദൈവപുത്രൻ എന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്താണ്? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കാം എന്ന് പിതാവ് പുത്രനോട് അരുളി ചെയ്ത കാര്യമാണ് അവിടെ കാണുന്നത്. അപ്പോൾ കേവലം ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുന്നതിനെ കുറിച്ചല്ലെന്ന് പിന്നെയും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സകലത്തെയും ഭരിക്കുന്ന ദൈവത്തിന്റെ ഭരണ കേന്ദ്രമാണ് ഈ സിംഹാസനം. അവിടെ ഇരിക്കുവാൻ പറഞ്ഞത് സകലത്തെയും ഭരിച്ചുകൊണ്ട് പിതാവിനോടൊപ്പം വാഴുന്ന വാഴ്ച ആരംഭിച്ച കാര്യമാണ് അവിടെയും കാണുന്നത്. കാരണം അവിടെ തുറന്നു പറയുന്നത്, നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ബലമുള്ള ചെങ്കോൽ, രാജാക്കന്മാർക്കെല്ലാം പണ്ട് ചെങ്കോൽ ഉണ്ടായിരുന്നു. അവരുടെ അധികാരത്തിന്റെ, രാജാധികാരത്തിന്റെ സിംബലാണ്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു എന്ന ദൈവപുത്രന്റെ അധികാരം പിതാവ് അവിടെ നടപ്പാക്കുകയാണ്. ഇതിന് ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, പിതാവിന്റെ വലതുഭാഗത്തിരുന്നാണ് ദൈവപുത്രൻ ഭരിക്കുന്നത്. അവിടെ സ്വർഗീയ സിയോനിൽ ഇരുന്നാണ് യേശുക്രിസ്തു ഭരിക്കുന്നതെന്ന് അനേകർക്കും തിരിച്ചറിയുവാനായിട്ട് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവര് ഭൂമിയിലെ യെരൂശലേമിൽ ഇരുന്നു കൊണ്ട് രാജാവായിട്ട് യേശുക്രിസ്തു ഐഹികമായ വാഴ്ച നടത്തുമെന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ഈ പ്രവചനമൊന്നും തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോസ്തലന്മാർക്ക് പോലും ഈ കാര്യങ്ങളൊന്നും ആദ്യം മനസ്സിലായില്ല. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് നമ്മൾ ലൂക്കോസ് 24 വായിക്കുന്നുണ്ട്. കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നപ്പോഴാണ് തിരുവെഴുത്തുകൾ അവർക്ക് മനസ്സിലായത്. അതുവരെ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ കേവലം രാജാവ് മാത്രമല്ല, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ യാഗമായി തീരുന്ന ആളാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ തിരുവെഴുത്തുകളെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവ് അവരിൽ വന്നു കഴിഞ്ഞപ്പോൾ സകലത്തെയും കുറിച്ച് അവർക്ക് തിരിച്ചറിവുണ്ടായി. അവര് പിന്നീട് ഈ വചനങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു, പ്രസംഗിച്ചു, ഉപദേശിച്ചു. അത് അനേകർ വിശ്വസിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ആ അധികാരം സ്വർഗീയ സിയോനിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിലാണ് നടപ്പാക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സ്വർഗീയ സിയോനിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിലാണ് വാഴുന്നത്. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. ശത്രുക്കൾ എവിടെയാണ്? സ്വർഗത്തിലല്ല, ഭൂമിയിലാണ്. അപ്പൊ ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ ശത്രുക്കളുണ്ട്. അത് സുവിശേഷത്തിന്റെ ശത്രുക്കളാണ്. ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ആളുകളെല്ലാം ദൈവത്തിന്റെ ശത്രുക്കളാണ്. ആ ശത്രുക്കളുടെ മധ്യയാണ് യേശു കർത്താവ് വാഴുന്നത് എന്നുള്ളത് ഇവിടെ നമ്മൾ കാണുന്നു. അപ്പൊ അതുകൊണ്ട്
ഈ ഭൂമിയിലെ യെരൂശലേമിൽ ഇരുന്നല്ല യേശുക്രിസ്തു എന്ന രാജാവിന്റെ വാഴ്ച പിന്നെയോ സ്വർഗീയ സിയോനിൽ ഇരുന്നാണ്. ഭൂമിയിലാണ് വാഴുന്നത്. ഇതിനുള്ള കഴിവ് കർത്താവിനുണ്ട്. അതിനെക്കുറിച്ച് ആർക്കും സംശയമൊന്നും വേണ്ട. കർത്താവിന് കേവലം മനുഷ്യരുടെ കഴിവല്ലല്ലോ ഉള്ളത്. പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതിനെ തുടർന്ന് കർത്താവ് അപ്പോസ്തലന്മാരോടുകൂടെ പ്രവർത്തിച്ചു എന്ന് മർക്കോസ് 16:20 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഒരേ സമയം സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുവാനും അപ്പോസ്തലന്മാരോടുകൂടെ ഭൂമിയിൽ വന്ന് ആത്മാവിൽ പ്രവർത്തിക്കുവാനും കർത്താവിന് കഴിവുണ്ട്. അപ്പൊ ആ നിലയിൽ കർത്താവിനെ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ആ സിംഹാസനത്തിലിരുന്ന് ഭൂമിയിൽ ശത്രുക്കളുടെ മധ്യേ ഭരിക്കുന്നതായിട്ടുള്ള വാഴ്ചയാണ് തിരുവെഴുത്ത് വ്യക്തമായിട്ടും വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഭൂമിയിൽ 1000 വർഷം രാജാവായിട്ട് യെരൂശലേമിലിരുന്ന് വാഴുമെന്നൊക്കെ പറയുന്നതായിട്ടുള്ള ഉപദേശം വചനവിരുദ്ധമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ 2-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ നിറവേറിയതായിട്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. 2-ാം സങ്കീർത്തനത്തിൽ യഹോവ തന്റെ അഭിഷിക്തനെ വാഴിച്ചതിനെ കുറിച്ചുള്ള പ്രയോഗം, ആ പ്രവചനം, അതെല്ലാം ഇവിടെ നിറവേറിയതായിട്ടാണ് തിരുവെഴുത്ത് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനമെല്ലാം കൃത്യമായിട്ട് അതിന്റെ സമയത്ത് നിറവേറി. അത് എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യത്തിലാണ് അനേകര് പരാജയപ്പെട്ടു പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിന്റെ വാഴ്ച ആരംഭിച്ചത് പിതാവിനോടുകൂടെ തന്റെ സിംഹാസനത്തിൽ ഇരുന്നപ്പോഴാണ്. കർത്താവിന്റെ 1-ാം വരവിനെ തുടർന്ന് പിതാവിന്റെ അടുക്കിലേക്ക് ചെന്നപ്പോഴാണ് രാജ്യം സ്ഥാപിക്കപ്പെട്ടത്, വാഴ്ച ആരംഭിച്ചത് എന്ന് വ്യക്തമായിട്ടും ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വചനങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഭാവിയിൽ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ള ഒരു ഉപദേശം തിരുവെഴുത്തിലില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്റെ രാജ്യം ഐഹികമല്ല എന്നാണ്. ഈ ലോകത്തിൻ്റെതല്ല, ഈ ലോകത്തിലെ ലൗകികമായ ഭരണമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ കൊണ്ടും എന്റെ സേവകർ, എന്റെ സൈന്യം, എനിക്ക് സൈന്യമുണ്ട്, ആ സൈന്യം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമായിരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ശിഷ്യന്മാര് വാളെടുത്ത് വെട്ടിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ പിടിക്കുവാനായിട്ട് വന്നതായ ആ ചേവകർ, മഹാപുരോഹിതന്മാരുടെ ആ ഭടന്മാരുടെ നേരെ പത്രോസ് വാളെടുത്ത് വെട്ടിയപ്പോൾ കർത്താവ് ഉറയിലിടുക, വാളെടുക്കുന്നവനെല്ലാം വാളാൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞത്, എനിക്ക് ഇപ്പോൾ തന്നെ 12 ലീജിയനിലധികം ദൈവത്തിന്റെ ദൂതന്മാരെ എന്റെ കാവലിന് വേണ്ടി ആക്കേണ്ടതിന് എനിക്ക് പിതാവിനോട് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ എന്നാണ് കർത്താവ് ചോദിച്ചത്. അപ്പൊ കർത്താവിന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ 12 ലീജിയൻ, അങ്ങനെ 12 ലീജിയൻ എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് 6000 സൈന്യത്തിന്റെ ഒരു സംഖ്യയാണ് ഒരു ലീജിയൻ ആണ്. ഈ പറയുന്നതായിട്ടുള്ള പടയാളികൾ ഒരു ലീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ്ട് 72,000 ദൂതന്മാരെ വേണ്ട, ഒരു ദൂതൻ മതി ഇവരെ എല്ലാം നശിപ്പിക്കുവാൻ. ഈ കർത്താവിനെ പിടിക്കാൻ വന്നവരെ നശിപ്പിക്കാൻ ഒറ്റ ദൂതൻ മതി. പക്ഷെ കർത്താവ് പറഞ്ഞത് എന്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ എന്റെ ചേവകര് പോരാടുമായിരുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഐഹികമായ ഒരു രാജ്യം യേശുക്രിസ്തുവിന് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇപ്രകാരമുള്ള തിരുവചന സത്യങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും അത് മറ്റുള്ളവരോട് ഉപദേശിച്ചു കൊടുക്കുവാൻ, ഇങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഭരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുന്നവരോട് വചന സത്യങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളെയും ഭരിക്കുന്ന ഒരുവൻ ഭാവി കാലത്ത് വരുമ്പോൾ ഇത് ക്രിസ്തുവാണ്, ഇത് ക്രിസ്തുവിന്റെ രാജ്യമാണ്, ക്രിസ്തുവിന്റെ ഭരണമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ രക്ഷയെ തന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന അനേകര് വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിരുവചന സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ വചനപ്രകാരം ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ചുരുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.